12 അസൂസ സ്ട്രീറ്റ് കാലിഫോർണിയയിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ 5 വൻകരകളിലും അതിശീഘ്രം പടർന്നു പന്തലിച്ച് 196 രാജ്യങ്ങളിലെ ഏറ്റവും അധികം കുതിച്ചുയരുന്ന സമൂഹമായി ഇത് മാറി. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ വിശ്വാസം സ്വീകരിച്ച് മുമ്പോട്ട് വരുന്നു. ഒരു സൗത്ത് ആഫ്രിക്കൻ കറുത്ത വംശജനായ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഏതാണ്ടൊക്കെ വിരൂപനായ വില്യം ജെ സെയ്മൂർ എന്നറിയപ്പെടുന്ന ഒരടിമയുടെ മകൻ, അടിമയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നാളുകൾക്കപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഒരു കത്തോലിക്ക പുരോഹിതൻ ജോലിക്കായി കൊണ്ടുവന്നു. അമേരിക്കയിലാണ്. ആ പുരോഹിതനിലൂടെ ബൈബിൾ സംബന്ധിയായ ചിന്തകളുടെയും ക്രിസ്ത്യവിശ്വാസത്തിൻ്റെയും ആമുഖ പാഠങ്ങളെ ഈ സെയ്മൂറിൻ്റെ പിതാവ് പഠിച്ചു. കൽക്കരിക്കനെ പണിയെടുക്കാൻ വന്ന മനുഷ്യനാണ്. എന്നാൽ ക്രമേണ തനിക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച് സെയ്മൂർ ബൈബിൾ പഠിക്കാൻ തീരുമാനിച്ചു. ആ സെയ്മൂർ വന്നത് ചാൾസ് പെർഹാം എന്നറിയപ്പെടുന്ന ഒരു ദൈവമകൻ്റെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. എൻ്റെ പേര് തന്നെ ബഥേൽ എന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം ബൈബിൾ പഠിക്കാനിരുന്നു. അപ്പോൾ അതുവരെ ആളുകൾ ഈ ആത്മനിറവ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, അന്യഭാഷാ ഭാഷണം, പ്രവചനങ്ങൾ തുടങ്ങി ഇന്ന് സാധാരണമായി നമ്മൾ കേട്ടുവരുന്ന കാര്യങ്ങളെപ്പറ്റി ബോധ്യമുള്ളവരായിരുന്നില്ല. സെയ്മൂർ ക്ലാസ്സിൽ പഠിച്ച ശേഷം നമ്പർ 312 അസൂസ സ്ട്രീറ്റ് അങ്ങനെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോയി. അതേതാണ്ട് നമ്മുടെ രാജാജി നഗർ പോലെ, ഈ സ്ഥലം പോലെ ആളുകൾ ഒരു തിക്ക് പോപ്പുലേറ്റഡ് ഏറിയാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനൊരു മുറിയുണ്ട്. 7-8 പേര് പ്രാർത്ഥിക്കാനും വരും. ഈ പ്രാർത്ഥിക്കാൻ വരുന്ന മനുഷ്യർ കുറേ നേരം പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം കൂടുമല്ലോ. സ്വാഭാവികമായിട്ടും അത് അയൽക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ മനുഷ്യനൊരു മാന്യനാണ്, ആരോടും പിണക്കമില്ലാത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കാനും വയ്യ. ഇതെന്താണ് ഈ ബഹളമെന്നറിയാൻ വേണ്ടി വരുന്നവർക്കൊരു പ്രശ്നം. അവർ വന്ന് ഇതിനകത്തങ്ങ് പെട്ടുപോകും. അവരും കൂടെ അതിനകത്തങ്ങ് കൂടും, തിരിച്ചു പോകത്തില്ല. 8 പേര് 80 ഇരിക്കാനിടയില്ല. കൊടുക്കും. ഈ തെരുവിലേക്ക് ഇരുന്നു ആൾക്കാർ. നിങ്ങൾ ആലോചിച്ച ഈ സ്ഥലത്ത് ആളുകൾ പ്രാർത്ഥനയ്ക്ക് ഇരുന്നുള്ള സ്ഥിതി എന്താ? വണ്ടി പോകാൻ പറ്റുമോ? ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ആത്മീയരോടും അല്ലാത്തവരോടും ഒക്കെ പറയാം. മറ്റൊരാളുടെ ക്ഷേമം കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അല്ലേ? നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ. രാഷ്ട്രീയമല്ലോ പറഞ്ഞു കേട്ടോ. അദ്ദേഹം സിലബസിൽ കുട്ടികൾക്ക് ഡ്രൈവിങ്ങും ഭരണഘടനയൊക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സജഷൻ, നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എതിരെ വരുന്നവൻ്റെ അവകാശങ്ങളും പറയണം. വണ്ടി ഓടിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ അവകാശം അറിയാം. എതിരെ വരുന്നവൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അപ്പനുണ്ട്, മക്കളുണ്ട്. അവനെ നമ്മൾ പിടിക്കാൻ പാടില്ല. നമുക്കെല്ലാം ഉള്ള പ്രശ്നം, എനിക്കെന്തൊക്കെ വേണമെന്ന് എനിക്കറിയാം, സർക്കാർ എന്തൊക്കെ തരണം, നമ്മളതിന് വേളം വെക്കും. അടുത്തവൻ്റെ പട്ടിണി, അടുത്തവൻ്റെ കഷ്ടപ്പാടും ഒക്കെ ഒരു പ്രധാനമാണ്. നമ്മുടെ ചർച്ചിൽ ഞാൻ ആളോട് പറഞ്ഞു, ആരും ഈ 2 രൂപയ്ക്ക് അരി വാങ്ങല്ലേ. പിന്നെ അങ്ങനെ നിങ്ങൾക്കതിന് അർഹതയില്ല, അതിലും അർഹതപ്പെട്ടവർ ഈ രാജ്യത്തുണ്ട്. അതൊരു ആത്മീയൻ്റെ ലക്ഷണമാകണമല്ല. കിട്ടുന്നില്ല, ഇനി പോരട്ടെ. പിണഞ്ഞോ? എൻ്റെ അറിവിൽ 2 രൂപയ്ക്ക് അരി വാങ്ങി കഴിക്കേണ്ട ആൾക്കാരൊന്നും ഇപ്പോൾ പെന്തക്കോസ്തുകാരുടെ ഇല്ല. പാസ്റ്റർ ഒന്ന് എന്തൊക്കെയായി പറയുന്നല്ലേ. അടുത്തത്, എൻ്റെ ചർച്ചിലൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി വന്ന് എൻ്റെ അരികിൽ പറഞ്ഞു, മെമ്പർ ഒരു പണി തന്നു സാറേ, പ്രാർത്ഥിക്കണം. അത് എന്താ പറ്റി? എൻ്റെ കാർഡ് APL ആക്കി.
ഞാൻ പറഞ്ഞ അമ്മച്ചി ദൈവം പ്രാർത്ഥന കേട്ടതാണ്. വർഷങ്ങളായിട്ട് ദാരിദ്ര്യം മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പോൾ ദാരിദ്ര്യം മാറ്റി. ഞാൻ കാർഡ് ഒന്നും മാറ്റണ്ട. അതല്ലേ ശരി? അങ്ങനെ കൂടെ മാറണ്ടേ? മറ്റൊരുവൻ്റെ കൂടി സന്തോഷമാണ് എൻ്റെ സന്തോഷം. അങ്ങനെ മാറുന്നില്ല, പിന്നെ ഇതിനകത്ത് അർത്ഥമുണ്ടോ? അതാണ് കാണണ്ടേ. നമുക്കൊക്കെ വേറൊരു സ്വഭാവമുണ്ട്. നമ്മളുടെ വീട് പരിസരമൊക്കെ വൃത്തിയാകണം. അത് നേരെ കൊണ്ട് തട്ടുന്ന അടുത്തവൻ്റെ മുറ്റത്ത്. നമ്മുടെ പരിസരം നീറ്റായിരിക്കണം. ഇത് ഡംപ് ചെയ്യുന്ന ഇവിടെ വഴിയല്ലേ? ഇതൊക്കെ മാറണം. സന്തോഷമില്ല? അപ്പോൾ ഇതും ഞാൻ ക്രമേണ ചില കാര്യങ്ങൾ പറയാം. ഈ സൈമൂർ ഇരിക്കുന്ന തെരുവ് എന്തൊക്കെ നിറഞ്ഞതാണെന്നറിയണ്ടേ? മദ്യക്കുപ്പികൾ, വടിവാള്, മാരകമായ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ, അതൊക്കെ ഇങ്ങനെ തെരുവിലിട്ട് വിൽക്കുന്ന സ്ഥലമാണ്. ബ്ലാക്സിൻ്റെ ഒരു വലിയ കോളനിയാണ്. ഈ വരുന്നവർ ഇതിനകത്ത് കൂടിക്കൂടി അസൂസ സ്ട്രീറ്റ് മുഴുവൻ നിറഞ്ഞു. ഷെയ്മൂർ പോകുമ്പോഴേക്ക് കൂടൊരു ദിവസമുണ്ട്. അദ്ദേഹം അങ്ങോട്ട് തുടങ്ങും. അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോഴേക്ക് അടുക്കള വരും. ഈ ജനങ്ങളുടെ ഒഴുക്ക് ആദ്യമൊക്കെ ശല്യമെന്ന് തോന്നിയിട്ട് ആളുകൾ ഇത് എന്താണെന്ന് അറിയാൻ വന്നു. ഒടുക്കം സാക്ഷാൽ ചാൾസ് പെർഗാമം വന്നു ഇതറിയാൻ. എൻ്റെ പ്രിൻസിപ്പൾ അദ്ദേഹം കൂടി ഈ അനുഭവത്തിനകത്ത് പെട്ടു. വലിയൊരു ഉണർവ് അവിടെ രൂപപ്പെട്ടു. അസൂസ സ്ട്രീറ്റ് റിവൈവൽ എന്നിതിന് പറയും. നമ്മളിന്ന് കാണുന്നതിലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മളിന്ന് 2026 എന്നൊക്കെ എഴുതി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉണർത്തുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു മനുഷ്യനെ കൊണ്ടും ഹല്ലേലൂയ പറയിപ്പിച്ചിട്ടില്ല. നാളെ പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തെ ഒരാളെ സ്തുതിക്കുന്ന നല്ലതാണ്. എൻ്റെ ചിലവിൽ വേണം. സ്വന്തം ചിലവിൽ മതി. അത് സന്തോഷമില്ല. അതേന്ന് മറ്റൊരാൾ പറഞ്ഞിട്ട് വേണോ നമ്മൾ, അല്ലേ? ഒരു കൊച്ചുകുട്ടിക്ക് നിങ്ങൾ ഒരു മിഠായി വാങ്ങിക്കൊടുക്കുക. അത് പറയും താങ്ക് യു അങ്കിൾ. അങ്ങനെയാ ആദ്യമൊക്കെ പഠിപ്പിക്കണം, പിന്നെ അതങ്ങ് പറഞ്ഞോളൂ. അപ്പോൾ ഒരു കുഞ്ഞിനൊരു കാര്യം ചെയ്താൽ അതിന് നന്ദി പറയാനറിയാമെങ്കിൽ മുതിർന്ന നമ്മൾ എത്രയധികം പരപ്രേരണ കൂടാതെ പറയണം, അല്ലേ? മാത്രമല്ല നമുക്ക് അന്തരീക്ഷത്തിൻ്റെ ബാഹ്യപ്രകടനങ്ങളല്ല ഇഷ്ടം. അതൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലല്ലോ. എൻ്റെ കയ്യിലൊരു ആൾ വന്നിട്ട് പറഞ്ഞു, ഉറങ്ങിയിട്ട് നാളുകളായി, ഒന്ന് പ്രാർത്ഥിക്കണം. യോഗത്തിന് വന്നപ്പോഴേ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു വിഷമിക്കണ്ടേ, എൻ്റെ പ്രസവം കുറച്ചു നേരം കേട്ടാൽ ഉറങ്ങിപ്പോവും. സാറ് പറഞ്ഞു കേട്ടില്ലേ? ഇവിടെ വന്നിരുന്നാൽ മതി. ഞാനായിട്ട് ആരെയും വഴക്കുറയില്ല ഉറങ്ങുന്നവരെ. എന്തുകൊണ്ടാണ് ഉറങ്ങുന്നതെന്ന് അറിയണ്ടേ? ഇപ്പോൾ ഈ യോഗത്തിന് വന്ന് നിങ്ങൾ ഉറങ്ങുന്നെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാണ്, ഒരു സുരക്ഷിതത്വം. ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യാനില്ല, ഞാൻ ഉറങ്ങും. ഉറങ്ങിക്കോ. പിന്നെയും ബൈബിളൊരു വചനമുണ്ട്, തൻ്റെ നാമത്തിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട്. അങ്ങനെയാണ് ദൈവനാമത്തിൽ ഉറങ്ങിയാലും അത് എന്നാണെന്ന് എനിക്കറിയില്ല, വാങ്ങിയാൽ മതി. എനിക്ക് പറഞ്ഞത് ഈ ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഷെയ്മൂറിൻ്റെ അടുത്ത് ഒരു കണ്ടില്ല, കാണാൻ സുന്ദരനൊന്നുമില്ല, ബ്ലാക്കാണ്. പക്ഷേ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു വലിയ വടിവാലെടുത്ത് അങ്ങോട്ട് വെച്ചു. വേറൊരുത്തൻ കിലോ കണക്കിന് കഞ്ചാവ് എടുത്ത് വെച്ചു. മദ്യക്കുപ്പികൾ കൊണ്ടുവച്ചു. പൊട്ടിക്കരയാൻ തുടങ്ങി, ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. സ്ത്രീ പുരുഷ ഭേദമന്യ ആളുകൾ വന്നിവിടെ വീണ് കിടന്ന് കരയാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ദൂരെ നിന്നൊരാൾ കണ്ടാൽ ഇവിടെ എന്തൊക്കെയോ കുഴപ്പം പിടിച്ച ആളുകൾ സമനില തെറ്റിയവരായിട്ട് തോന്നും. നമ്മുടെ ഒരു പ്രശ്നമാണത്. ഞാനൊരു ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ നിങ്ങളുടെ പരിപാടിയെല്ലാം കൊള്ളാം, ഇതാകപ്പാടെ ഒരു ചന്ത പോലെ ഇല്ലയോടോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പെട്ടെന്ന് ക്ഷുഭിതനാകുന്ന ഒരാളല്ല. ഞാൻ സന്തോഷത്തോടൊക്കെ കേട്ടു പറഞ്ഞു, ചന്തയാണ്. ചന്ത എന്ന പദത്തിൻ്റെ അർത്ഥം താങ്കൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അത് ഏറ്റവും താഴേക്കിടയിൽ അധ്വാനിക്കുന്നവൻ്റെ ആരാധനാലയമാണ് ചന്ത. ശാല കമ്പോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവൻ്റെ ആരാധനാലയമാണ്. അവൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നതുകൊണ്ടാണ്. അതിനെ ചെറുത്
പാടില്ല അല്ലേ? ആ, രണ്ട്, ചന്ത ഒരു കുറഞ്ഞ സ്ഥലമല്ല. ചന്തക്കകത്ത് കടന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാം, അവിടെ വിൽപ്പനയും വാങ്ങലും നടക്കുന്നുണ്ട്, കൊടുക്കലും വാങ്ങലും. അപ്പം ഞാൻ പറയാം, എനിക്ക് നാരങ്ങ വേണം, മറ്റൊരാളുടെ ടൊമാറ്റോ വേണം, ഇനിയൊരാൾക്ക് മറ്റൊരു വസ്തു വേണം, അതിൻ്റെ വില പറയുക. അങ്ങനെ നമ്മൾ പലരും പറയുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് അതൊരു എരപ്പാണ്. ഇതുപോലെ ഞങ്ങളുടെ കാര്യം, ഞങ്ങൾ കറക്റ്റായി പറയുന്നില്ല. പുറത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊരു വലിയ ബഹളം. അകത്തോട്ടൊന്ന് വാ, ഇതിനകത്തൊന്ന് കയറി, അപ്പോൾ മനസ്സിലാകും നല്ല സൂപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ചന്തയാന്ന് വിശേഷിപ്പിച്ചോ, അതാ കറക്റ്റ് ഉദാഹരണം. അതിപ്പോൾ ഭേദമില്ല. അവരൊരു പാവം മനുഷ്യൻ തമിഴ്നാട്ടിലൊക്കെ പ്ലാന്റ് ചെയ്ത പച്ചക്കറി രാവിലെ പോയി ശേഖരിച്ച് കൊണ്ടുവരിക. നമ്മൾ പണിയെടുത്ത് അതിൽ അല്പം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നിൽക്കുക. ഈ വലിയ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സ്ഥലമാണ് അത്. നമ്മൾ ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ നടക്കുക. കേൾക്കുന്നവനത് പിടിയിട്ടൂല, കാണുന്നവനും പിടിയിട്ടൂല. ദൂരെ നിന്ന് കാണുന്നവന് അത് ഭ്രാന്താണെങ്കിൽ അകത്തിരിക്കുന്നവന് ജീവിത നിഗൂഢതകൾക്കകത്ത് അവൻ അനുഭവിച്ച വേദനകളെ മുഴുവൻ ഇറക്കി വെച്ച് കണ്ണീരൊഴുക്കി സാന്ത്വനപ്പെട്ടു പോകുന്ന പരിശുദ്ധാത്മപ്രവൃത്തിയുടെ ആ അതിശക്തമായ ഇടപെടൽ നടക്കുന്നത്. ഇത് അസൂസ സ്ട്രീറ്റിൽ രൂപപ്പെട്ടു. അപ്പം സൈമൂർ ഇതെല്ലാം പ്രാർത്ഥന കഴിഞ്ഞു, നീ വഴിവാളും കത്തിയൊക്കെ കൊണ്ടുവന്നല്ലോ, ഇതായാലും എന്നെ വെട്ടാനല്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ ആരെ വെട്ടാൻ കൊണ്ടുവന്ന? അതെൻ്റെ യജമാനനൊരു ക്രൂരനായിരുന്നു. എത്ര പണിയെടുത്താലും പണം തരില്ല, ചാട്ടക്കടിക്കും. ഒരു ദുഷ്ടൻ. അദ്ദേഹത്തെ വകവരുത്താൻ തക്കം പാർത്ത് കൊണ്ടുനടന്ന ഓരോരുത്തരും ഓരോ കഥ പറഞ്ഞപ്പോൾ സൈമൂർ പറഞ്ഞു, ആദ്യം പോയി അയാളോട് ക്ഷമ പറഞ്ഞ് അയാളുടെ അരികിൽ നിന്ന് ക്ഷമിച്ചു എന്നൊരു വാക്കും കേട്ടിങ്ങി വാ പോ. കേട്ട പാടെ ചെന്നു കാണാൻ. വൈറ്റ്സാ, വെള്ളക്കാർ, ക്രൂരന്മാരാ. ആ, എന്താ വന്നേ? യജമാനെ ക്ഷമിക്കണം, ഈ വടിവാൾ കണ്ടില്ലേ, നിനക്ക് വേണ്ടി തീർത്തു വെച്ചതാ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വെച്ചതാ, നിന്നെ തകർക്കാൻ വേണ്ടി വെച്ചതാ. പക്ഷെ വചനം കേട്ടപ്പോൾ ഉള്ളൊന്ന് കിടുങ്ങി. വചനം കേട്ടപ്പോൾ വേദന വന്നു. നിന്റെ പ്രാണൻ എനിക്ക് എടുക്കാൻ പറ്റും യജമാനനെ, പക്ഷെ നിനക്ക് പ്രാണൻ തരാൻ എനിക്ക് നിർവാഹമില്ല. നിന്നെ രോഗിയാക്കാൻ പറ്റും, സൗഖ്യം തരാൻ എനിക്ക് നിർവാഹമില്ല. ഞാനും ഒരിക്കൽ രോഗിയാകും. ഈ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിങ്ങനെ കിടക്കുമ്പോൾ നിന്നെ വകവരുത്തിയ ഓർമ്മകൾ എന്നെ വേട്ടയാടും. ഞാൻ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകും. യജമാനനെ മാപ്പാക്കണം യജമാനെ. യജമാൻ അവൻ്റെ അരിയിലേക്ക് വന്നിട്ട് അയാളും പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞിട്ട്, കൂട്ടുകാരാ, ഞാൻ നിന്നോടാ ക്ഷമ പറയണ്ടേ, നിനക്ക് കൂലി തന്നില്ല, നിന്നെ ചാട്ടക്കടിച്ചു, നിന്നെ കാണുന്ന എനിക്ക് അറപ്പായിരുന്നു, എന്നെ കൊല്ലാൻ നീ നടക്കുന്നു എന്ന് തുറന്നു പറഞ്ഞപ്പോൾ അത് കാരണമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നീ എന്നോടാ ക്ഷമിക്കണ്ടേ. യജമാനൻ അവൻ്റെ കാൽക്കലും വീണു. അങ്ങനെ ലോക ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സമാനതകളില്ലാത്ത നിരപ്പിൻ്റെ തത്വസംഹിത ഉലകത്തെ പഠിപ്പിച്ചുകൊണ്ട് ആരംഭം കുറിച്ച മഹൽ പ്രസ്ഥാനത്തിൻ്റെ പേരാ പെന്തക്കോസ്ത്. 312 അസൂസ സ്ട്രീറ്റ്, കാലിഫോർണിയയിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ 5 വൻകരകളിലും അതിശീഘ്രം പടർന്നു പന്തലിച്ച് 196 രാജ്യങ്ങളിലെ ഏറ്റവും അധികം കുതിച്ചുയരുന്ന സമൂഹമായി ഇത് മാറി. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ വിശ്വാസം സ്വീകരിച്ച് മുമ്പോട്ട് വരുന്നു. ഹല്ലേലൂയ. ഞാനതൊക്കെ ക്രമേണ പറയാം.